ഹായ്, എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പീനട്ട് ബട്ടർ നമുക്ക് മിക്സി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വെറും 1-2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. നമുക്ക് കുട്ടികൾക്ക് ഇത് ബ്രെഡിലും അതുപോലെ ചപ്പാത്തിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമുക്ക് ആ പൊടിക്കാൻ പറ്റുന്ന ഒരു പരുവാണ്. പിന്നെ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് വറുത്തതിന് ശേഷം കളഞ്ഞിട്ടെടുക്കാം. പിന്നെ അത്യാവശ്യം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് തോൽ എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. നമുക്കൊരു തുണിയിലേക്ക് മാറ്റാം. തുണിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തോലൊക്കെ അത്യാവശ്യം പോയി കിട്ടും. ബാക്കിയുണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് ജസ്റ്റ് കളഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് തോലൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു കയ്യിലുണ്ടെങ്കിൽ അതിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ ആ തോലൊക്കെ താഴെ വീണോളും നന്നായിട്ട്. ബാക്കി കപ്പലണ്ടി മാത്രം നമുക്ക് എളുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ആ തോലൊക്കെ മാറ്റി നമുക്ക് കപ്പലണ്ടി ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ സാധാരണ നമ്മൾ കപ്പലണ്ടി പൊടിക്കുന്ന പോലെ ആ പൊടിക്കുന്ന പരുവത്തിലെടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളുപ്പ്, കുറച്ച് ഉപ്പ് മതി. നിങ്ങൾക്ക് ഉപ്പ് പിന്നെ വേണമെങ്കിൽ ചേർത്താലും മതി കേട്ടോ, ഓപ്ഷണലാണ്. കുറച്ച് ഉപ്പും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേനും ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർക്കുമ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തേൻ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, തേനാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തേനും ഉപ്പും ചേർത്തിട്ട് ഇനി ഇത് അടച്ച് ഒരു 30 സെക്കൻഡ് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് ആ കപ്പലണ്ടിയിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് കുറച്ച് കട്ടായി വരാൻ തുടങ്ങും നമ്മളിപ്പോൾ അടിച്ച് കഴിയുമ്പോൾ. ഞാൻ 30 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നുകൂടെ അടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ശരിക്കും എണ്ണയൊക്കെ വന്നിട്ട് നമ്മുടെ ആ പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു ഫോമിൽ കിട്ടും. ഞാൻ കുറച്ച് നേരം കൂടെ അതേപോലെ അടിച്ചതിന് ശേഷം ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ആ കപ്പലണ്ടിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള എണ്ണ കൊണ്ടാണ് ഇത് അടിഞ്ഞ് കിട്ടുക. കുറച്ചും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എണ്ണ ഇറങ്ങിയിട്ട് ഇത് ലൂസായി വരും. അതുപോലെയാണ്. അപ്പോൾ ഇതിലേക്ക് വേറെ ഓയിലൊന്നും ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ആ 1 ടേബിൾ സ്പൂൺ തേനും കുറച്ച് ഉപ്പും മാത്രം മതി. നമുക്ക് നല്ല പീനട്ട് ബട്ടർ തയ്യാറാക്കിയെടുക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ പീനട്ട് ബട്ടർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടെടുക്കാം. ഇത് കുറച്ച് നേരം ഇരിക്കുന്തോറും കുറച്ചുകൂടെ എണ്ണയൊക്കെ വന്നിട്ട് ഒന്നുകൂടെ നല്ല ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കി അടിച്ചെടുത്താൽ മാത്രം മതി. എക്സ്ട്രാ ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ തേനും ഉപ്പും മാത്രം ചേർത്തിട്ട് നമ്മുടെ കപ്പലണ്ടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ തയ്യാറാക്കിയിട്ടെടുക്കാം. പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പീനട്ട് ബട്ടർ ആണെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സേഫായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഇത് ബ്രെഡിൽ ഇതുപോലെ തേച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക്